അല്ലെങ്കിലും ഇതെങ്ങനെ സാധിച്ചു എന്നാണ് ഞങ്ങൾക്കറിയാത്തത്. ഗംഭീറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ മുന്നിട്ട് നിന്നത് സംഘപരിവാരുകാരാണ്. ആ സംഘപരിവാർ ഒരു ആക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായി വിമർശിച്ച ഗംഭീറിനോട് എത്രത്തോളം വലിയ വൈരാഗ്യമായിരിക്കും സംഘപരിവാറിന് ഉണ്ടാവുക? ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഗംഭീറിൽ നിന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹരിയാനയിലെ ഗുരുഗ്രാമിൽ പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു യുവാവ് തൊപ്പി വെച്ചിരുന്നു. അതിൻ്റെ പേരിൽ ചില ഹിന്ദുത്വവാദികൾ ആ യുവാവിൻ്റെ അടുത്ത് കടന്നു വന്ന് ജയ് ശ്രീരാം വിളിക്കാനും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പന്നി ഇറച്ച് തീറ്റിക്കുമെന്ന് പറയുകയും, അല്ലെങ്കിൽ നീ തലയിൽ നിന്നും തൊപ്പിയെടുത്ത് മാറ്റണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച് കഠിനമായിട്ടുള്ള മർദ്ദനത്തിന് ആ യുവാവിനെ ഇരയാക്കുകയായിരുന്നു ആ ആക്രമണകാരികൾ. തുടർന്ന് ഈ സംഭവം വലിയ വിവാദമാവുകയും ഗൗതം ഗംഭീറിൻ്റെ ഒരു ട്വിറ്ററിലൂടെ കടന്നു വരികയും ചെയ്തു. ആ ട്വീറ്റ് ശക്തമായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു ഈ ഹിന്ദുത്വവാദികൾക്ക് നേരെ ഉയർത്തിയിരുന്നത്. ഗൗതം ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയാണ്, ശക്തമായിട്ടുള്ള ഒരു വിമർശനം തന്നെയായിരുന്നു. ഇത്തരം നീചകൃത്യം ചെയ്ത ആ ആക്രമണകാരികൾക്കെതിരെ ശക്തമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറാവണമെന്നായിരുന്നു ഗൗതം ഗംഭീറിൻ്റെ ട്വീറ്റ്. ആ ട്വീറ്റ് വലിയ രീതിയിൽ വൈറലാവുകയും അതിനെതിരെ സംഘപരിവാർ കടന്നു വരികയും ചെയ്തു. അവർ പറയുന്നത്, ആ ട്വീറ്റിന് താഴെ അവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഞങ്ങൾ വിജയിപ്പിച്ച ഒരാൾ ഞങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദിക്കുന്നതെന്നായിരുന്നു ഗൗതം ഗംഭീറിന് നേരെ വിമർശകർ മുന്നോട്ട് വന്നിട്ടുള്ള കാര്യം. എന്നാൽ ഗൗതം ഗംഭീർ ഈ വിമർശനങ്ങളെയൊന്നും വകവെക്കാതെ BJP-ക്കകത്ത് ഒരു മതേതരത്വ മുഖമുണ്ട് എന്ന് തെളിയിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഗൗതം ഗംഭീറിൻ്റെ ഈ പരാമർശം വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യമായിരിക്കാം സംഘപരിവാറിലെ ചില ആളുകൾക്ക് ഗൗതം ഗംഭീറിന് മേലിൽ ഉടലെടുപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെയൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു വലിയ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഗൗതം ഗംഭീറിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിരുന്നു. അതായത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു ഗൗതം ഗംഭീർ മുന്നോട്ട് വെച്ചത്. ആ പ്രചരണത്തിനെതിരെ ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളടക്കം മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഗൗതം ഗംഭീറിൻ്റെ ഈ ഒരു പ്രവൃത്തി തീർച്ചയായും കൈയടിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള മതേതരത്വ മുഖങ്ങൾ ഇനിയും BJP-യിൽ ഉണ്ടാവട്ടെ. ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നവർക്കെതിരെ ശക്തമായി ശബ്ദിക്കാനും ആ എതിർ ശബ്ദങ്ങളെ പ്രതിരോധിച്ചു നിർത്താനുള്ള ഒരു ശക്തി ഇത്തരക്കാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങളടങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയാണ് ഗൗതം ഗംഭീർ നൽകുന്നുള്ളത്. എന്തായാലും വിമർശനങ്ങളുമായി മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ ഗൗതം ഗംഭീറിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Monster.